നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോളി. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് 30/4/2026 വ്യാഴാഴ്ച രാവിലെ റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില വീണ്ടും കൂടുമെന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് മിക്ക റബ്ബർ കർഷകരും. അതുപോലെ കോട്ടയം ബോർഡ് വില നോക്കുമ്പോൾ RSS പോക്കിൽ 248, RSS പോക്കിൽ 254, ISNA 20 207, ലാറ്റക്സ് 60% ആഴ്ചയിൽ 159 രൂപ 55 പൈസ. ഇതാണ് രാവിലത്തെ കോട്ടയം ബോർഡ് വില. ഈ കൊച്ചി വില നോക്കുമ്പോൾ RSS പോർക്കിൽ 248, RSS പൈക്കിൽ 254. ഇതാണ് രാവിലത്തെ കൊച്ചി വില. ഇനി ഒട്ടുപാൽ നോക്കുമ്പോൾ 80% DRCയിൽ ഒട്ടുപാൽ കിലോ 155, 60% DRCയിൽ ഒട്ടുപാൽ കിലോ 116 രൂപ 25 പൈസ. അഗർത്തല വില നോക്കുമ്പോൾ RSS പോർക്കിൽ 236, RSS പൈക്കിൽ 233. വിദേശ വില നോക്കുമ്പോൾ RSS പോർക്കിൽ 267 രൂപ 1 പൈസ, RSS പൈക്കിലോ 266 രൂപ 57 പൈസ. കേരളത്തിലെ മറ്റു വിലകൾ നോക്കുമ്പോൾ ലൂസ് 236, ലോട്ട് 202 രൂപ മുതൽ 207. ഫീൽഡ് ലാറ്റക്സ് നോക്കുമ്പോൾ ഫീൽഡ് ലാറ്റക്സ് 218, ഫാക്ടറി വില 228, 25% DRCയിൽ 200 രൂപ 19,900 രൂപ, 30% DRCയിൽ 200 രൂപ 13,080 രൂപ, 35% DRCയിൽ 200 രൂപ 15,260 രൂപ. ഇനി കർണാടക വില നോക്കുമ്പോൾ RSS 3 241 രൂപ 50 പൈസ, RSS 4 241, RSS 5 236, ലോട്ട് 210, ഒട്ടുപാൽ 149. ഇനി കേരളത്തിലെ വ്യാപാരി വില നോക്കുമ്പോൾ വ്യാപാരി വില കോട്ടയം RSS പോർക്കിൽ 250, RSS 5 കിലോ 236, ISNA 20 205 രൂപ. ഒട്ടുപാൽ നോക്കുമ്പോൾ 70% DRCയിൽ ഒട്ടുപാൽ കിലോ 136 മുതൽ 145 രൂപ. ഇതാണ് ഇന്നത്തെ റബ്ബർ വില. ചെറിയ മഴ പെയ്തു, മിക്ക ആൾക്കാരും വളരെ കാത്തിരിക്കുകയാണ് നല്ല മഴ പെയ്ത് ഭൂമി തണുത്തതിന് ശേഷം ടാപ്പിംഗ് പുനരാരംഭിക്കുവാൻ. അതിന് മറ്റു വില നോക്കുമ്പോൾ സ്വർണ്ണം 22 ക്യാരറ്റ് രൂപ 13,790, ഒരു പവൻ 1,10,1720. അതുപോലെ 24 ക്യാരറ്റ് രൂപ 15,044, 1,20,352 ഒരു പവൻ. ഇന്നലെ 360 രൂപയും 45 രൂപയാണ് ഒരു ഗ്രാമിൻ്റെ മുകളിൽ കുറഞ്ഞത്. എന്തായാലും വരാനിരിക്കുന്ന നിയമസഭാ റിസൾട്ട് മെയ് 4, 2026 12 മണി ആകുമ്പോഴത്തേക്ക് എല്ലാ ചിത്രവും തെളിയും. ഇപ്പോൾ മിക്ക മാധ്യമങ്ങളും മറ്റും പറയുന്നത് 60 മുതൽ 80 വരെ സീറ്റ് നേടാമെന്നാണ് UDF പറയുന്നത്. പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് 33% പേരുടെ പിന്തുണ പിണറായിക്ക് തന്നെയാണ് ആക്സിസ് മൈ ഇന്ത്യ എക്സിറ്റ് പോൾ പറയുന്നത്. കേരളത്തിൽ UDF മികച്ച വിജയത്തോടെ അധികാരത്തിലെത്തുമെന്നും ആക്സിസ് മൈ ഇന്ത്യയുടെ എക്സിറ്റ് പോളും പറയുന്നുണ്ട്. ഇതിലൊന്നും ഞങ്ങൾക്ക് വിശ്വാസമില്ലെന്നാണ് LDFും പറയുന്നത്. എല്ലാം മെയ് 4 12 മണിക്ക് അറിയാമെന്നും അവരും പറയുന്നു. ആക്സിസ് പോൾ പറയുന്ന LDF 49 മുതൽ 62 സീറ്റുകൾ നേടുമെന്ന് എക്സിറ്റ് പോൾ പ്രവചിക്കുന്നു. BJP നയിക്കുന്ന NDA സീറ്റ് നേടില്ലെന്നും പറയുന്നു. 35% ആളുകളും നിലവിലെ മുഖ്യമന്ത്രിയെ തുടരണമെന്ന് ആഗ്രഹിക്കുന്നു. കോൺഗ്രസ് നേതാവ് VD സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന് 25% പറയുന്നുള്ളൂ. രമേശ് ചെന്നിത്തലയ്ക്ക് 8% പേരുടെ പിന്തുണയും BJP നേതാവ് രാജീവ് ചന്ദ്രന് 4% പിന്തുണയും ലഭിച്ചു. മുഖ്യമന്ത്രിയായി കാണാൻ ആഗ്രഹിക്കുന്ന 5 പേരുകളുടെ പട്ടികയിൽ അവസാനത്തെ നേതാവാണ് KC വേണുഗോപാൽ. എന്തായാലും നമുക്ക് വേഴാമ്പലിനെ പോലെ കാത്തിരിക്കാം മെയ് 4 12 മണി വരെ. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയോടെ കേട്ടിരുന്ന വളരെയധികം നന്ദി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക്, ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.